കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല ടെലിഫോണിലാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ കോടതിയിൽ നിന്ന് വരുന്ന ഉത്തരവ് താങ്കൾ അത് അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. തള്ളിയിരിക്കുകയാണ് വീണ്ടും വിജിലൻസ് അന്വേഷണ ആവശ്യം ഹൈക്കോടതി. നോക്കൂ, ഇവിടെ വിജിലൻസ് അന്വേഷണം ഹൈക്കോടതി നിരസിച്ചിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് അന്തിമ ഉത്തരവ് ലഭിച്ചാൽ മാത്രമേ ബോധ്യപ്പെടുകയുള്ളൂ. ഇവിടെ വിജിലൻസ് അന്വേഷണം വേണ്ടതില്ല എന്ന് ഹൈക്കോടതി സാങ്കേതികമായി പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഈ മാസപ്പടി കേസ് ഇല്ലാതാവില്ലല്ലോ. ഒന്ന്. രണ്ടാമത്തേത്, ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് SFIയുടെ അന്വേഷണം തടസ്സപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSIDC കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രിയുടെ മകളും ഡൽഹിയിൽ CMRലും ഡൽഹി ഹൈക്കോടതിയിലും സമീപിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ മൂന്ന് ഹൈക്കോടതിയും SFIയുടെ അന്വേഷണം തടസ്സപ്പെടുത്തിയിട്ടില്ല. ആ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് മൂന്ന് ഹൈക്കോടതികളും തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മാസപ്പടി കേസുമായിട്ടുള്ള ബന്ധപ്പെട്ട അന്വേഷണം വിജിലൻസിനുമൊക്കെ മുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിജിലൻസ് കോടതി എന്തിന്റെ പേരിലായാലും ഹൈക്കോടതി വിജിലൻസ് അന്വേഷണം തടസ്സപ്പെടുത്തിയെന്നതിന്റെ പേരിൽ മാത്രം ഈ മാസപ്പടി കേസ് ഇല്ലാതാകുന്നില്ല. ഒന്ന്. രണ്ട്, അല്ല, അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ഇടപെടുകയാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല. അങ്ങനെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നുണ്ട് എങ്കിൽ പോലും വിജിലൻസ് അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് മാത്യു കുഴൽനാടൻ ഇങ്ങനെ ഒരു ഹർജി, അത് തുടർച്ചയായി 2 കോടതികളിൽ നിന്ന് തിരിച്ചടി നേരിട്ടിട്ടും വീണ്ടും അപ്പീൽ റിവിഷൻ ഹർജിയുമായി വീണ്ടും പോയത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും അതിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നതിന്റെ ജഡ്ജ്മെന്റ് പുറത്തു വരുമ്പോൾ നമുക്ക് അതിന്റെ മറ്റു കാര്യങ്ങൾ ബോധ്യപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു തർക്കവുമില്ല. മതിയായ വസ്തുതയുണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള ഒരു അതെ ഹൈക്കോടതി ചോദിക്കുന്ന ഇതേപോലെയുള്ള ഹൈക്കോടതികൾ തന്നെയല്ലേ SFIയുടെ അന്വേഷണത്തിനെ അനുകൂലിച്ചുകൊണ്ട് അഥവാ അത് അന്വേഷണം നടക്കട്ടെ എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അത് താങ്കൾ നിഷേധിക്കുമോ? ഇല്ല, കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ട്. അത് അല്പസമയം മുൻപ് പറയുകയും ചെയ്തതാണ്. മാത്രമല്ല കേരള ഹൈക്കോടതിയുണ്ട്, ഡൽഹി ഹൈക്കോടതിയുണ്ട്. ഇന്ത്യയിലെ 3 ഹൈക്കോടതികൾ ഈ SFIയുടെ അന്വേഷണം വേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനതാ സൂചിപ്പിച്ചത്. കേരളത്തിൽ പോയിട്ടുള്ളത് KSIDC ആണ്. 14% ഷെയറുള്ള CMRൽ 14% ഷെയറുള്ള KSIDC കേരളത്തിലെ ഹൈക്കോടതിയിൽ സമീപിച്ചു. ഇതിൽ അല്പസമയം മുൻപ് ശ്രീ ജ്യോതികുമാർ ചാമക്കല ഷോൺ ജോർജ് നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഘട്ടത്തിൽ വിജിലൻസ് അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആവശ്യവുമായി മാത്യു കുഴൽനാടൻ പോകുന്നത് തെറ്റാണ്. അത് തെറ്റായൊരു പ്രതീതി ഉണ്ടാക്കും. തുടർച്ചയായി കോടതിയിൽ നിന്ന് ഇങ്ങനെ അത് തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് വരുമ്പോൾ അതുണ്ടാക്കുന്നത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം BJPയുടെ നേതാവാണ്. അദ്ദേഹത്തിന്റെ വാദഗതിയെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് എന്താ പറയാം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ചതിലോ അല്ലെങ്കിൽ വിജിലൻസ് കോടതിയെ സമീപിച്ചതിലോ തെറ്റും കാണുന്നില്ല. കോടതിയിൽ നിന്ന് വിജിലൻസ് അന്വേഷണം വേണ്ടതില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഈ പറയുന്ന മാസപ്പടി കേസ് ഇല്ലാതാകുന്നില്ല. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഇപ്പോഴും തുടക്കം മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തിനായിരുന്നു 1,72,00,000 രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് വന്നിരുന്നത്? എന്ത് സേവനമാണ് നൽകിയിട്ടുള്ളത്? ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഇതിനെല്ലാം പരിഹാരമാകില്ലേ? ഇപ്പോഴും പറയാൻ തയ്യാറാകുന്നില്ലല്ലോ. ഇപ്പോഴും പറയാൻ ഉത്തരമില്ലല്ലോ. അപ്പോ ആ കേസിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്, ഇന്ത്യൻ ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ആ കേസ് പരിഗണിച്ച് അതിനകത്ത് സെറ്റിൽമെന്റ് ആയതാണ്. ആ സെറ്റിൽമെന്റ് ആയപ്പോഴാണ് ഇത്തരം വിവരങ്ങൾ പുറത്തു വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ SFI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന കേസല്ലോ. ശരി, നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ മാസപ്പടി ആരോപണത്തിലാണ് വിജിലൻസ് അന്വേഷണം ഇല്ല, അതിന്റെ ആവശ്യമില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഹർജികൾ തള്ളുകയാണ് ഹൈക്കോടതി ചെയ്തിട്ടുള്ളത്. പുനഃപരിശോധന ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. മതിയായ വസ്തുതകളുണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി പറയുകയാണ്. അപ്പീൽ നൽകുമെന്ന് മാത്യു കുഴൽനാടനും വ്യക്തമാക്കുന്നു.